കനത്ത ചൂട് കരയെ മാത്രമല്ല കടലിനെയും ബാധിച്ചു. മുൻപൊന്നുമില്ലാത്ത വിധം ചൂട് കൂടിയതോടെ മത്തി, അയല, നെത്തോലി തുടങ്ങിയ മീനുകൾ കിട്ടാതായി എന്ന് മത്സ്യത്തൊഴിലാളികൾ പറയുന്നു. മുകൾ തട്ടിലെ ചൂട് മറികടക്കാൻ ചെറിയ മീനുകൾ കടലിലെ ആഴങ്ങളിലേക്ക് പോയതാണ് പ്രതിസന്ധിക്ക് കാരണം. മീനുകളെ പിടിക്കാൻ ചിലർ അശാസ്ത്രീയ മത്സ്യബന്ധനവും നടത്താൻ തുടങ്ങിയതോടെ പ്രതിസന്ധി രൂക്ഷമായി. കരയിൽ ശക്തമായ ചൂടുണ്ട്, പക്ഷേ അതിനേക്കാൾ അതിശക്തമായ ചൂട് അനുഭവിക്കുകയാണ് കടൽ പ്രദേശം. അത് മത്സ്യലഭ്യതയെ സാരമായി ബാധിച്ചു എന്നാണ് മത്സ്യത്തൊഴിലാളികൾ പറയുന്നത്. മത്തി, അയില, ചൂട, അങ്ങനെ വിവിധ മത്സ്യങ്ങളൊക്കെ ഈ സമയങ്ങളൊക്കെ മുമ്പ് കാലം കിട്ടിയിരുന്നു. അതിപ്പോൾ കുറച്ച് കാലങ്ങളായിട്ട് അറിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ വെള്ളത്തിന് ചൂട് പിടിക്കുന്നതനുസരിച്ച് ആ മത്സ്യം ഇപ്പം കാണാതായിരിക്കുന്നതാണ്. ഇതേ കാണുന്നില്ല മത്സ്യം. ചൂട് കൂടുതലതിനെ കൊണ്ട് ഇവിടെ മീൻ വളരെ കുറവാണ്. ഇപ്പോൾ ഒരു മാസയുടെ ഒരു ദിവസം ഇപ്പോൾ മത്തിയുള്ളൂ. ഇതുവരെ മത്തി, അയില, മത്തി എപ്പോഴെങ്കിലും എന്തെങ്കിലും മീൻ വന്നു ഒന്നും കിട്ടില്ല. ഒരാഴ്ച ഇപ്പം ഇങ്ങോട്ട് വരും, രാവിലെ ഇവിടെ വരും, ഒരു 9, 10, 12 മണി നമ്മൾ ചൂട് കണക്കായിട്ട് വീട്ടിൽ പോകും. ഇത് തന്നെ ആ ചൂടെന്ന് വെച്ചാൽ വെള്ളത്തിൻ്റെ ഭയങ്കര ചൂടായിരിക്കും. അപ്പോൾ ഇത് ചൂടുള്ള ഭാഗത്ത് നിൽക്കില്ല. അപ്പോൾ അതിൻ്റെ തണുപ്പുള്ള ഏത് ഭാഗമുണ്ട് ആ ഭാഗത്തേക്ക് മീൻ പോകുന്നത്. അപ്പോൾ ചൂട് നല്ലോണം ഈ കാലാവസ്ഥ ഇപ്പോഴത്തെ ചൂട് വളരെ അപകടകരമായ രീതിയിൽ കടലോരത്ത് സംഭവിച്ചിട്ടുണ്ട്. ഇതിനൊപ്പം രാത്രികാലങ്ങളിൽ ലൈറ്റ് ഉപയോഗിച്ച് മത്സ്യബന്ധനം നടത്തുന്നതും പ്രതിസന്ധി ഉണ്ടാക്കുന്നതെന്ന് മത്സ്യത്തൊഴിലാളികൾ പറയുന്നുണ്ട്. അതായത് പുറത്തു നിന്നുള്ള വള്ളങ്ങൾ വന്ന് ശക്തമായ ലൈറ്റ് ഉപയോഗിച്ച് മത്സ്യങ്ങളെ ആകർഷിക്കുകയും അങ്ങനെ അടിത്തട്ടിലുള്ള മത്സ്യങ്ങൾ കൂട്ടമായി പുറത്തു വരികയും അതിനെ ഒരുമിച്ച് മത്സ്യബന്ധനം നടത്തി കൊണ്ടുപോവുകയും ചെയ്യുന്നു. ഇതും വലിയ തോതിൽ മത്സ്യലഭ്യതയെ, കടലിലെ മത്സ്യസമ്പത്തിനെ ഇല്ലാതാക്കുന്നുവെന്നാണ് തൊഴിലാളികൾ പറയുന്നത്. വലിയ ലൈറ്റ്, വലിയെന്ന് പറഞ്ഞാൽ വിദേശ ജർമ്മൻ നിർമ്മിത ലൈറ്റ് വെള്ളത്തിനുള്ളിൽ താത്തിയിട്ട് മീനിനെ പൊന്തിക്കണം. രാത്രി മീൻ ഉറങ്ങണ നേരത്തെ മീനിനെ തായലിട്ടിട്ട് പെല്ല പൊന്തിച്ചിട്ട് അതിനെ വളച്ചു കുടിക്കുന്നു. അതിനുവേണ്ടി എന്ത് ചെയ്തിട്ടില്ലെങ്കിൽ കുറച്ച് കാലം കഴിഞ്ഞാൽ കടൽപ്പണി ഉണ്ടായില്ല. അപ്പം അത് കൂടുതൽ ഈ പണി കൂടുതൽ നടക്കുന്ന സമയത്ത് തീരെ മത്സ്യലഭ്യത വളരെ കുറഞ്ഞു പോകുന്നതാക്കിയിട്ടാണ് കാണുന്നത്. ഇതിപ്പോൾ ഒരു മാസം സാറ് നോക്കിയിട്ട് ഒരു മാസം 2 മാസമായിട്ട് ഒരു ദിവസം ഇപ്പം പണി വന്നു. അത് ഒരു വള്ളക്കാർ 2 വള്ളക്കാരേ ഉള്ളൂ. 10-50 വള്ളക്കാർ പോയിട്ട് ആകെയുള്ള പണി ഇത് മാത്രമേ ഉള്ളൂ. കൊയിലാണ്ടി ഹാർബറിൽ ചുരുക്കം ചില വള്ളങ്ങൾക്ക് മാത്രം ഇന്ന് അല്പം മത്തി ലഭിച്ചിട്ടുണ്ട്. പക്ഷേ മത്സ്യത്തൊഴിലാളികൾ പറയുന്നത് ദിവസങ്ങൾക്കിടെ കാത്തിരിപ്പിന് ശേഷമാണ് ഇങ്ങനെ പരിമിതമായ മത്സ്യസമ്പത്ത് മത്തിയെങ്കിലും ലഭിച്ചത് എന്നാണ്. ഇപ്പോൾ കുറേ ഒന്നുമില്ല, തീരെയില്ല. ഇപ്പോൾ രണ്ട് ഇന്നാണ് ലക്ഷം മീൻ വന്നത്. കുറേ ദിവസത്തിന് മീൻ ഒരു മീൻ കറക്കും കൂടി മീനില്ല. കരക്ക് ചെറിയ കുറഞ്ഞ മത്സ്യം കരക്ക് ഇറക്കുന്നേരം ആ മത്സ്യം ചെറിയ വള്ളക്കാർക്ക് കുറച്ച് മത്സ്യം കിട്ടും. ലൈറ്റ് ഉപയോഗിച്ചുള്ളതെന്ന് പറഞ്ഞാൽ അശാസ്ത്രീയമാണ്, ഗവൺമെൻറ് നിരോധിച്ചതാണ്. പക്ഷേ സർക്കാർ നടപടി കുറച്ചും കൂടി ജാഗ്രത കാണിക്കണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് മാസങ്ങളിൽ ട്രോളിംഗ് ബാൻ ഉണ്ടാകുമ്പോഴാണ് മത്സ്യത്തൊഴിലാളികൾക്ക് സൗജന്യ റേഷനും ചെറിയ ആനുകൂല്യങ്ങളും അത് ഈ സമയത്താണ് കിട്ടേണ്ടത്. യഥാർത്ഥത്തിൽ കരയിലും കടലിലും മത്സ്യത്തൊഴിലാളികൾ വെന്തുരുകുകയാണ്. കാലാവസ്ഥാ വ്യതിയാനത്തെ തുടർന്നുണ്ടായ ചൂട് ഏറ്റവും കൂടുതൽ ബാധിച്ചത് തീരമേഖലയെയാണ്. അരുൺ കിഷോറിനൊപ്പം മുഹമ്മദ് ഷഹീദ്, മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.